വിശദമായ വാർത്തകളിലേക്കാണ്. മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ലയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച മുസ്ലിം ലീഗ്. മലപ്പുറത്ത് ജനസംഖ്യ കൂടുതലാണ്, ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളും വിഭജിക്കപ്പെടണമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. സർക്കാർ ഇതിന് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും PMA സലാം കൂട്ടിച്ചേർത്തു. പ്രതികരണത്തിലേക്ക് ആദ്യം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് മൂവാറ്റുപുഴ ജില്ല മാത്രം രൂപീകരിക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞത് ജില്ലാ പുനർവിഭജനത്തിന് ഒരു കമ്മീഷനെ നിയമിക്കും. ആ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് മാറ്റം വരുത്തുന്നു. മുസ്ലിം ലീഗ് നേരത്തെ പറയുന്നതാണ്. മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജില്ല ഉണ്ടാക്കണമെന്നോ ഏതെങ്കിലും ഒരു നഗരത്തെ അതിൻ്റെ തലസ്ഥാനമാക്കണമെന്നോ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ജനസംഖ്യാനുപാതികമായി കേരളത്തിൽ ജില്ലകൾ പുനഃക്രമീകരിക്കണം എന്നാണ്. ഉമ്മർ ഫൈസി മുക്കം എന്ന് പറയുന്ന വ്യക്തിയെ അറിയില്ലെന്നും അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് അറിയില്ല എന്നും PMA സലാം പറഞ്ഞു. വഖഫ് ബോർഡിൽ നിന്നും സർക്കാർ പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്ന ഉമ്മർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയിലായിരുന്നു മറുപടി. വഖഫ് ബോർഡ് കമ്മിറ്റി മെമ്പർ ഉമ്മർ ഫൈസി മുക്കം ഇന്നലെ മലപ്പുറത്ത് എനിക്കങ്ങനെ ഒരാൾ അറിഞ്ഞൂടാ. ഓക്കെ, വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സരീഷ് PK ചേരുകയാണ്. സരീഷ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വഖഫിന്റെ വിഷയത്തിൽ ഉമ്മർ ഫൈസി മുക്കം പറഞ്ഞ പ്രസ്താവനയെ തന്നെ അദ്ദേഹത്തെ തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു പരിഹാസ മറുപടിയായി വേണം PMA സലാമിന്റെ ആ വാക്കുകൾ കാണാൻ. മറ്റൊന്ന്, ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ നാളുകളായി അവർ ആവശ്യം ഉന്നയിക്കുന്നതാണ്. അക്കാര്യത്തിൽ ഒന്നുകൂടി നിലപാട് വ്യക്തമാക്കുകയാണ് PMA സലാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? സരീഷ്, കഴിഞ്ഞ ദിവസമാണ് വഖഫ് ബോർഡ് അംഗമായ ഉമ്മർ ഫൈസി മുക്കം CPM വേദിയിൽ വഖഫ് ബോർഡിൽ നിന്നും തന്നെ പുറത്താക്കാൻ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്, സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ആ നീക്കങ്ങൾ നടക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞത്. അത് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കായിരുന്നു പോയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് PMA സലാമിനെ, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായ PMA സലാമിനെ കണ്ടത്. അപ്പോഴാണ് അങ്ങനെ ഒരാളെ തനിക്ക് അറിയില്ല. PMA സലാം കൃത്യമായി പറയുന്നു, ഉമ്മർ ഫൈസി മുക്കം എന്ന് പറയുന്നത് ആരാണ് എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആരാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നൊരു പരിഹാസം കൂടി ഈ PMA സലാം മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരാവശ്യം വീണ്ടും അവർ ആവർത്തിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സമാനമായ ഒരു സാഹചര്യത്തിൽ അനുകൂല നിലപാട് കൈക്കൊണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ല മാത്രമല്ല ഈ ജനസംഖ്യ കൂടുതലുള്ള എല്ലാ ജില്ലകളും വിഭജിക്കണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ജനസംഖ്യ കൂടുതലുള്ള മേഖലകളിൽ അവർ പ്രാദേശികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ പുതിയ താലൂക്കുകളും പുതിയ വില്ലേജുകളും ഒക്കെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് മുഖ്യമന്ത്രിയും അനുകൂലമാണ് എന്നൊരു കാര്യം ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ നിലവിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗ് ഈ വിഭജനം അനിവാര്യമാണ് എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രസ്താവനയും കാണേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ കമ്മിറ്റിയിൽ പ്രതീക്ഷയോടെയാണ് മുസ്ലിം ലീഗും കാണുന്നത്. ശരി സരീഷ്.